പോറ്റിയെ കേറ്റിയെ സ്വർണ്ണാഭരണം ചെമ്പാക്കി മാറ്റിയേ എന്നുള്ള ഈ പാട്ട് വലിയ തരത്തിൽ വിവാദമാവുകയാണ്. വിവാദത്തിനപ്പുറത്തേക്ക് അത് വൈറലായതിനു ശേഷമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് വിശ്വാസികളെയും അയ്യപ്പനെയും ഹനിക്കുന്നതാണ്, വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസാദ് കുഴിക്കാലയെ തള്ളിക്കൊണ്ട് ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ കൺവീനർ കെ ഹരിദാസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കെ ഹരിദാസ് 24 ചേരുകയാണ്. ഈ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായിട്ട് പ്രസാദ് കുഴിക്കാലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി 2010 രൂപീകൃതമായതാണ്. ആ സമയത്ത് അതിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. ഇപ്പോഴും ഞാൻ അതിൻ്റെ ചെയർമാനാണ്. അന്ന് അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു പ്രസാദ് കുഴിക്കാല. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ സംഘടനയിൽ തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം വേറൊരു സംഘടന രൂപീകരിച്ചു. അപ്പോൾ ശബരിമല തിരുവാഭരണ പാത അന്നും ഇന്നും ഞങ്ങൾ ആ ദൗത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭഗവാന്റെ തിരുവാഭരണം കൊണ്ടുപോകുന്ന പാരമ്പര്യ പാത കയ്യേറി ആൾക്കാർ പല സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ഗേറ്റും ഒക്കെ ഇട്ട് പാതയുടെ വീതി ചുരുങ്ങിപ്പോകുന്ന അവസരത്തിലാണ് ഇത് രൂപീകരിച്ചത്. അങ്ങനെ ഞങ്ങൾ വലിയ പോരാട്ടം നടത്തി ഏതാണ്ട് 80-85% കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. ഇപ്പോൾ ആ പാതയിലൂടെ സുഖമായിട്ട് പോകാം. എന്നാലും ഇയാൾക്ക് ഈ പറയുന്ന പ്രസാദ് കുഴിക്കാലയ്ക്ക് ഇപ്പോൾ ഈ നിങ്ങളുടെ സംഘടനയുമായി സമിതിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇപ്പോഴുണ്ടോ? അല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം വേറൊരു സംഘടന രൂപീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താനുള്ള പ്രധാന കാരണം ശബരിമലയിൽ ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് നടന്നത്. ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും അതേപോലെ തന്നെ കട്ടളയും ഭഗവാന്റെ കയ്യിലിരുന്ന യോഗദണ്ഡും കഴുത്തിലിടുന്ന ഏകമുഖ രുദ്രാക്ഷമാലിയും ഒക്കെ മോഷിച്ചുകൊണ്ട് പോയി. അതിനെതിരെ ഒരു ചെറുവിരൽ ഇറക്കാത്തവർ, അതിനെതിരെ പ്രതിഷേധിക്കാത്തവർ, അതിനെ അപലപിക്കാത്തവർ, അതിൻ്റെ പേരിൽ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടെഴുതി, ഒരു പാരഡി പാട്ടെഴുതി അതിൻ്റെ പേരിൽ ഞങ്ങൾ പരാതി കൊടുക്കും, അത് നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലാണ്? അപ്പോൾ ഇത് ശബരിമല വിശ്വാസികളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസത്തെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവി പരാതി കൊടുത്തിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഈ പാട്ട്? അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലേ എന്തെല്ലാം സറ്റയറുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? നിങ്ങളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലേ? ഒരു അത് ആ പാട്ട് എഴുതിയ ആളാരെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാൾ അവിടെ നടന്ന ഒരു കൊള്ളയെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരു പാട്ടെഴുതി. അതിലെന്താണ് തെറ്റ്? അതാണോ മതവികാരം വ്രണപ്പെടുത്തുന്നത്, അതോ അവിടുത്തെ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ മതവികാരം വ്രണപ്പെടുത്തുന്നത്? അത് ആലോചിക്കട്ടെ. അപ്പൊ ഇത് മോഷ്ടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. CPM ആണ് ആദ്യം ഇതിനു വേണ്ടി പരാതി കൊടുത്തത്. അതിന്റെ പിന്നാലെ ഈ ആളെ പോയി പരാതി കൊടുത്തുവെങ്കിൽ അത് ഇതൊക്കെ ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രസാദ് കുഴിക്കാല ഇത്തരം ഒരു പരാതി കൊടുത്തത് എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിലുള്ള ശബരിമല സംരക്ഷണ പാത സമിതിയുടെ കൺവീനർ നിലയിൽ താങ്കൾക്ക് പറയാം. ചെയർമാൻ എന്നുള്ളതിൽ തീർച്ചയായും ഞാൻ അതിന്റെ ചെയർമാനാണ്. അതിന് തീർച്ചയായും ആ പൊളിറ്റിക്കൽ പിന്തുണയാണ്. അല്ലെങ്കിൽ CPM കൊണ്ട ഒരു പാട്ടിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിരവധി ആൾക്കാർ ജയിലിലാണ്. ഇനിയും അന്വേഷണം പലരേക്കും നീങ്ങാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ CPM ആ പാട്ടിനെതിരെ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുമ്പോൾ അതിന്റെ തൊട്ട് പിന്നാലെ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയാണെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം ഈ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ അയ്യപ്പൻ എന്നുള്ള പേര്, ശാസ്താവ് എന്നുള്ള പേര് ആ പാട്ടിനെ ഒഴിവാക്കണം, അതല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ താൻ എതിർക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു മതവികാരത്തെയോ അല്ലെങ്കിൽ അയ്യപ്പനെയോ ശാസ്താവിനെയോ ഒക്കെ കുറ്റം പറയുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ആ പാട്ട്? അല്ല, ഞാനതിൻ്റെ വരികൾ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറ്റം പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം ഈ പോറ്റിയെക്കുറിച്ചും സ്വർണ്ണപ്പാളി കട്ടുകൊണ്ട് പോയതിനെക്കുറിച്ചും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിന് അയ്യപ്പനെയൊന്നും അതിനകത്ത് വിമർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ പാട്ടിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് അതൊരു ഒരു വിമർശനാത്മകമായ ഒരു പാട്ടായി അത് കേരളം മുഴുവൻ കേട്ടു. ഇന്ന് വളരെ വൈറലാണ്. അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യം ഈ കൊള്ളയെ സംബന്ധിച്ചാണ്. അപ്പൊ കൊള്ളയെ കുറിച്ച് അത്തരത്തിലൊരു പാട്ട് എഴുതാൻ പറ്റില്ലേ? അത് അപ്പോ കെ ഹരിദാസിനും ആ പാട്ട് ഇഷ്ടമാണ്? അല്ല, ഞാൻ എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത പാട്ടുകൾ, ശാസ്ത്രീയ സംഗീതമായാലും നാടൻ പാട്ടുകളായാലും അയ്യപ്പൻ്റെ ഭക്തിഗാനം ഞാൻ എപ്പോഴും പാടുന്ന പാട്ടുണ്ട്. ശബരിമലയിലെ നിരവധി പാട്ടി വണ്ടിപ്പെരിയാറും മേടും നടപ്പാതയാക്കി ഇന്ദ്രലൊക്കെ ഇരുമുടിയായി ശിരസിന്മേലേറ്റി മണ്ഡലങ്ങൾ വാഴുന്ന കരികാല ദേവ കണ്ടു നിന്നെ കൈതൊഴുവാൻ വരവായി ഞങ്ങൾ, ഇതൊക്കെ പാടുന്ന ആളാണ്. അങ്ങനെ അത്രയും പാട്ടുകൾ നാവിലുള്ള ആളാണ്. ഈ പാട്ടിന്റെ വരികളും നാവിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഞാൻ എത്രയോ PD രാജപ്പൻ എത്രയോ പാട്ട് എഴുതിയിരിക്കുന്നു, ഞാനതെല്ലാം ഓർത്തിരിക്കണമെന്നുണ്ട്. ഇല്ല, പക്ഷെ അതൊരു ഹാസ്യം എന്നുള്ള നിലയിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ആസ്വദിച്ചിട്ടുണ്ടാവും, അത്രയും. അപ്പോൾ എന്തായാലും എപ്പോഴും പുറത്ത് വന്ന ഈ പാട്ട് അതിനെ ഒരു ഹാസ്യമായി മാത്രം കണ്ടാൽ മതി. പക്ഷേ ആ പരാതി കൊടുത്തതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ശബരിമല സംരക്ഷണ പാതയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് കെ ഹരിദാസ് പറയുന്നത്. സഞ്ജയ് കുമാരപ്പം, ഷിജോ കുര്യൻ, 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.